ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ. 4 മണിക്കെന്നല്ല, രാവിലെ ആയാലും വൈകിട്ടായാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് വറുത്തെടുക്കുക. ഒരു കളർ മാറുന്നത് വരെയും വറുത്തെടുക്കുക. നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിൽ അതൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കമുന്തിരി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുന്തിരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് വീർത്തിട്ട് വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. ഒരു നേന്ത്രപ്പഴം ഇനി 4ആയിട്ട് നീളത്തിൽ കീറിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ട, കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം മതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് ഒരുപാട് സമയം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml അളവ് കപ്പിൽ 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml അളവ് കപ്പിൽ തന്നെ 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുമ്പാൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ, തിളപ്പിച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. അതാണ് ഇത്തിരി കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അതായത് ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാവാനും ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു അപ്പം പുറത്തേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം മതി. ആ മാവൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വയ്ക്കുന്നത്. ഇതിപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാവൊക്കെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, പഴത്തിൻ്റെ ഒക്കെ ഒരു ഫില്ലിങ്, അതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. നല്ല എല്ലാ ഭാഗത്തേക്കും പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു മിക്സിലേക്ക് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള ഒരു മാവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയമാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ അതേ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു വാഴയിലൊന്ന് മാറ്റി നോക്കാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ കുത്തി നോക്കുമ്പോൾ ആ സ്റ്റിക്കുമ്പോൾ മാവൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ കിണ്ണത്തപ്പമൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, അതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നേന്ത്രപ്പഴവും തേങ്ങയും ഒക്കെ കൂടിയിട്ട് കടിക്കാനൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ 4 മണി സമയത്ത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക്